ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക്, അടുത്ത ഒരാഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഒരാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് നോക്കാം. അബണ്ടൻസ് ആണല്ലേ, സൂപ്പർ ആണല്ലേ. അബണ്ടൻസ്, മൊമെന്റ് ടു മൊമെന്റ്, ദ മാസ്റ്റർ, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. അതാണ് വേണ്ടാത്തത്. ട്രസ്റ്റ്, ബിയോണ്ട് ഇല്യൂഷൻ. ബോട്ടം വന്നിട്ടുള്ളത് ട്രാവലിംഗ് ആണ്. ആദ്യം നമുക്ക് വന്നിട്ടുള്ളത് അബണ്ടൻസ് ആണ്. അപ്പൊ സമൃദ്ധിയാണ് ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് വരുന്നത്. അതില് ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് പൈസ മാത്രമല്ല കേട്ടാ. മനസമാധാനം, നല്ല അവസരങ്ങള്, നല്ല ബന്ധങ്ങൾ, ആത്മവിശ്വാസം, ഇതൊക്കെ ഈ അബണ്ടൻസിൽ വരും. പിന്നെ വിജയം വരും. നിങ്ങൾ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പാസ്സാകുന്ന ഒരു അവധിയോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ അതാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് റിലേഷൻഷിപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്നേഹവും കരുതലും അതൊക്കെ കൊടുക്കണമെന്ന്, അങ്ങനെ കൊടുക്കുമ്പോൾ തിരിച്ചതും തിരിച്ചു കിട്ടുമെന്നാണ് റിലേഷൻഷിപ്പിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പുതിയ അവസരം കിട്ടും. കരിയർ ഫിനാൻസിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ള ആ കാര്യങ്ങളെ കൂടുതൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരുന്നാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്, അതിന് നന്ദിയോടെ ഇരുന്നാൽ കൂടുതൽ നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലൊക്കെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്താലും ദൈവം എന്നെ കൈപിടിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് മൊമെന്റ് ടു മൊമെന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ അമിതമായി ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ പല കാര്യത്തിലും നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ആഴ്ച നിങ്ങൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഇതില് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ബോധപൂർവം ജീവിക്കുക, നമ്മൾ ഈ മൊമെന്റിൽ ജീവിക്കുക. നമ്മൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ എന്താവും, അല്ലെങ്കിൽ അടുത്ത മാസം എന്തായിരിക്കും, അടുത്ത മാസത്തെ കാര്യം ആലോചിച്ച് ഇപ്പോഴേ വിഷമിക്കുകയും വേദനിക്കുകയും വേവലാതിപ്പെടുകയും ഒന്നും ചെയ്യണ്ട. ഈ ഒരു മൊമെന്റിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആയിരിക്കും നിങ്ങൾ ഒരു ഈസി ആയിട്ടുള്ളൊരു ഇത് നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഒരു ദിവസം ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്ത സ്റ്റെപ്പ് വയ്ക്കാം, അങ്ങനെ ചിന്തിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമുക്ക് ഒരു വലിയ വിജയം വന്നാൽ മാത്രമേ നമ്മൾ സന്തോഷിക്കൂ. എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം, ഞാൻ വിചാരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഉണ്ടെങ്കിൽ സന്തോഷിക്കൂ എന്ന് വിചാരിക്കരുത്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ഈ ഒരു ആഴ്ച നിങ്ങൾ മനസ്സിൽ വെക്കാനുള്ള ഈ ഒരു മൊമെന്റിൽ ഞാൻ ജീവിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. നമ്മൾ ആദ്യം ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. നമ്മൾ വലിയ ചിന്തകളൊന്നും ഇല്ലാതെ ഈ ഒരു മാസം, ഈ ഒരാഴ്ച ഞാൻ ഈ പ്രസന്റിൽ ജീവിക്കും. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ആ പ്രസന്റിലായിരിക്കാൻ ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും. അടുത്ത ഒരാഴ്ച നല്ല സമാധാനമാണ് കേട്ടോ പറയണത്. വളരെ ആകുലതകളൊന്നും ഇല്ലാതെ വളരെ കാമൻ ക്വയറ്റായിട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് മാസ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ നല്ല സെൽഫ് കൺട്രോൾ ഉള്ള വ്യക്തികളായിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ.
നിങ്ങള് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇമോഷനെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും ഈ ഒരു സമയം. നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ ആകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ എന്ത് കാര്യത്തിനും ഒരു കൺട്രോൾ ഉണ്ടാവും ഈ ഒരാഴ്ച നിങ്ങൾക്ക്. നിങ്ങൾ എടുത്തിയാടി ഒരു കാര്യം ചെയ്യരുത്. കുറെ ആൾക്കാർ അത് അങ്ങനെ തന്നെ ചെയ്യൂല എന്നാണ് കാണുന്നത്. പക്വതയോടെ പെരുമാറും ഈ ഒരാഴ്ച. വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും എടുത്തു ചാടി അഭിപ്രായം പറയുകയോ തീരുമാനമോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു പക്വതയിലിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഇത് ഒരു എക്സ്ട്രാ കാർഡാണ് കേട്ടാ ഓഷോസിൻ ടാറ്റില്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാസ്റ്റർ ആകുന്ന ഒരു എനർജിയാണ്. നമ്മളാണ് നമ്മളുടെ മാസ്റ്റർ. നമ്മൾ തന്നെയാണ് നമുക്ക് ഗൈഡൻസ് തരുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈൻ പവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു ഡിവൈൻ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു നല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഉണ്ടാവും. നമ്മൾ കൂടുതൽ ആ ഡിവൈനെ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ കുറെ ആൾക്കാർ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറയുന്ന കാർഡുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ പാസ്റ്റിൽ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഈ സമയവും നിങ്ങൾ പാസ്റ്റിലായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ ഉള്ള ആൾക്കാർ, അതായത് പഴയ വിഷമോ അല്ലെങ്കിൽ നമ്മൾ പഴയ പരാജയങ്ങളോ അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റബോധം, ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം അത് വിട്ടുകളയാനാണ് പറയുന്നത് കേട്ടോ. നമ്മള് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഇന്നത്തെ മൊമെന്റിലാണ് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമെങ്കിലും നമ്മൾ പാസ്റ്റ് പെട്ടെന്നൊന്നും മറന്നു പോകാൻ നമുക്ക് കൊണ്ട് പറ്റൂല. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പാസ്റ്റ് വിട്ടുകളയണം എന്നാണ്. പഴയത് വേണ്ടാത്തത്, എല്ലാ കാര്യങ്ങളും പഴയതിനെ വിടണം എന്നുള്ളതല്ല, വേണ്ടാത്ത പഴയ പല കാര്യങ്ങളെയും നമ്മൾ വിട്ടുകളയുക. മാത്രല്ല ഈ റിലേഷൻഷിപ്പില് നമ്മള് പാസ്റ്റ് ഉണ്ടായ സംഭവങ്ങളെ വീണ്ടും 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 ഓർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഓർത്തെടുക്കാതെ പുതിയ രീതിയിൽ ഒരു ബന്ധം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് കളയുക. പുതിയൊരു കാര്യം അതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ആലോചിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പഴയ മിസ്റ്റേക്സ് വീണ്ടും വീണ്ടും വരാം. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പഴയത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതാണ്, അങ്ങനെ വരണ്ട. അത് നിങ്ങൾ വിട്ടുകളയുക. പിന്നെ നിങ്ങൾ ക്ഷമിക്കണം. കുറേ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ഷമിച്ച്, നമ്മൾ പിടിച്ചു വെക്കേണ്ടാത്ത ചില കാര്യങ്ങൾ, ചില നിർബന്ധ ബുദ്ധികളുണ്ട്, അതൊന്നും ഇല്ലാതെ നിങ്ങൾ വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ ഹീലാകണത്. നമ്മൾ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. അടുത്ത് വരുന്നത് ട്രസ്റ്റാണ്. അപ്പം ഇതില് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉടൻ തന്നെ ഉത്തരം കിട്ടണം എന്ന് വിചാരിച്ചാൽ അത് പറ്റൂല. നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, നമ്മളിൽ തന്നെ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു വലിയ പങ്കുണ്ടെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അതിൽ ട്രസ്റ്റ് ചെയ്യുക. എൻ്റെ എല്ലാ കാര്യവും ദൈവം കാണുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ആ ഡിവൈൻ പവർ എന്നെ കൈപിടിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. അത് പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എപ്പോഴും അപ്പൊ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ അറിയണമെന്നോ ചെയ്യണമെന്നോ നടക്കണമെന്നോ ഒന്നുമില്ല. അതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അതിലും നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് ബിയോണ്ട് ദ ഇല്യൂഷനാണ്. ഇതില് നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ അപ്പുറത്ത് നമ്മൾ കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് കാണുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ കാണാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് തെറ്റായിപ്പോ. അത് ഈ അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് വന്നേക്കാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം അത് യഥാർത്ഥത്തിലുള്ളതാണോ എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ പേടിക്കുന്നതാണോ ചിന്തിക്കുന്നതാണോ എന്നൊക്കെ വീണ്ടും ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇത് നല്ലൊരു അവബോധത്തിലേക്ക് പോകട്ടാ. നിങ്ങൾക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് കൂടുതൽ ഉണ്ടാകും എന്നാണ് ഈ ഒരു ആഴ്ചത്തെ ഒരു എനർജി പറയണത്.
നിങ്ങളുടെ ഉള്ളിലെ ശക്തി നിങ്ങൾ തിരിച്ചറിയും. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ നിങ്ങളൊരു പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആണ്. പക്ഷേ നമ്മുടെ ആ ഒരു ഇല്യൂഷൻ കൊണ്ട് പലപ്പോഴും അത് കാണുന്നില്ല. ആ ഒരു ആക്റ്റീവായ കാര്യം കാണുന്നില്ല എന്നാണ് കാണുന്നത്. ഇതില് ബോട്ടം എനർജി വന്നിട്ട് ട്രാവലിംഗ് ആണ്. ഇത് ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അല്ലെങ്കിൽ വലുതോ ചെറുതോ ആയ യാത്രകൾ നിങ്ങൾ പോകേണ്ടി വരും എന്നാണ് കാണുന്നത്. ഒരു പുതിയ തീരുമാനമോ അല്ലെങ്കിൽ പുതിയൊരു ചിന്തയോ അല്ലെങ്കിൽ പുതിയ ഒരു ജീവിത ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത്, ഒരു ലൈഫ് സൈക്കിളിലേക്ക്, പുതിയൊരു സൈക്കിളിലേക്ക് നിങ്ങൾ കടക്കുന്നതോ ആകാം. നിങ്ങളൊരു ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ കാര്യങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയാം. അതാണ്. ഇനി നമുക്ക് ഇതില് ഗൈഡൻസ് എടുക്കാം. വൾച്ചർ ആൻഡ് അസ്ഫോർഡയിലാണ്, അപ്ഹേവലാണ് നമ്മള് വൾച്ചർ ആൻഡ് അസ്ഫോർഡൽ ആണ് വന്നിട്ടുള്ളത്. അസ്ഫോർഡൽ എന്ന് വെച്ചാൽ ഈ പൂക്കളാണ്. ഇതില് ഈ വെളുത്ത പൂക്കളാണ് ഈ അസ്ഫോർഡൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു മാറ്റം വരുന്നു, ഒരു പരിവർത്തനം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടാ. ശരിക്കും ഈ കഴുകൻ എന്ന് പറയുന്നത് എന്താണ്? പഴയ വസ്തുക്കള്, ചീഞ്ഞ മാംസം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് കഴുകൻ ഉപയോഗിക്കുന്നത്, അറിയാലോ. അപ്പോ ഈ പഴയതും ഉപയോഗവും കഴിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിന്റെ ഒരു പ്രതീകമാണ് ഈ കഴുകൻ. അപ്പോ ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇതിനകത്ത് ഫുള്ള് ഈ ഒരു റീഡിങ്ങിൽ വന്നത്. ജീവിതത്തിൽ വളർച്ചയ്ക്ക് സഹായിക്കാത്ത ചില ചിന്തകളോ ശീലങ്ങളോ ബന്ധങ്ങളുടെ ഭാരമോ അല്ലെങ്കിൽ പഴയ വേദനകളോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടു പോകേണ്ട ഒരു സമയമാണ് ഈ ഒരാഴ്ച. ഇത് വളരെ ശരിക്കും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു മെസ്സേജാണ് കേട്ടോ. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട ഒരു ആഴ്ചയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു ആഴ്ചയാണത്. ഇതില് ഈ വെളുത്ത പൂക്കൾ ശുദ്ധീകരണത്തിന്റെയാണ് കേട്ടോ. ഒരു കാലഘട്ടം അവസാനിച്ച് അത് അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. ഈ ചേഞ്ച് വരുമ്പോൾ ഹീലിംഗ് സംഭവിക്കും, അതും കൂടെ മനസ്സിലാക്കുക. ഇതില് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പം ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരവധി, പറയാതെ സൂക്ഷിച്ചിരുന്ന വികാരങ്ങൾ, അതായത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷെ അത് നിങ്ങളെ അറിയിക്കുന്നില്ല എങ്കിൽ ഈ ഒരു സമയം അവരത് മറന്നേക്ക് പുറത്തു കൊണ്ടുവരും എന്നാണ് കാണുന്നത്. ഒരു തെറ്റിദ്ധാരണ മാറി നിങ്ങൾ വീണ്ടും ഒരു ബന്ധം ഒരു സ്ട്രോങ് ആയിട്ട് പോകാനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ഒരു അഹങ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം വേണ്ട കേട്ടോ. അത് നിങ്ങളൊന്ന് മാറ്റി വെക്കുക. നമ്മള് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അഹങ്കാരം വേണ്ടാന്ന് കാണുന്നുണ്ട്. കാരണം ഇത് നമ്മള് ഒരു മാറ്റത്തിലേക്കാണ് ഈ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റം വരുന്നൊരു സമയമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, ഇത് നിങ്ങളുടെ ജോലിയിലോ ഫിനാൻസിലോ ഒക്കെ നിങ്ങൾ പണ്ട് അനുവർത്തിച്ചിരുന്ന ചില കാര്യങ്ങൾ, അത് ചില മെത്തേഡായിരിക്കും കേട്ടോ. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളൊരു പുതിയ കാഴ്ചപ്പാടിലൂടെ അത് കാണാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. പുതിയ രീതികൾ നിങ്ങൾ തുടങ്ങുന്നു എന്നൊക്കെയാണ് കാണുന്നത്. പിന്നെ സ്പിരിച്വൽ ആയിട്ട് പറയുമ്പം നിങ്ങൾ ഇതിൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന അതേ ഒരു മെസ്സേജാണ്. നിങ്ങൾ പഴയ കാര്യങ്ങൾ വിട്ട് കളയുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ക്ലീൻ ടു ദ പാസ്റ്റ് വന്നിട്ടുണ്ട്, ട്രസ്റ്റ് വന്നിട്ടുണ്ട്, ബിയോണ്ട് ദ ഇല്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഴയത് വിട്ടുകളയാൻ, ജീവിതത്തിന്റെ ഒഴുക്കിൽ നിങ്ങൾ വിശ്വസിച്ച് പുറമേ കാണുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ബിയോണ്ട് ഇല്യൂഷൻ എന്ന് വെച്ചാൽ പുറത്ത് കാണുന്നതല്ല അതിനപ്പുറം ഉള്ളതെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു ശുദ്ധീകരണവും നിങ്ങളുടെ ബോധത്തിലൊരു വലിയ മാറ്റവും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു 1 വീക്ക്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ഇതാണ്
ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അബണ്ടൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് കുറച്ചധികം നല്ല കാര്യങ്ങൾ സംഭവിക്കും. നല്ല കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.